വൈദ്യുതി ബോർഡിന്റെ അനാസ്ഥ മൂലം പൊറുതിമുട്ടി ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾ. കെഎസ്ഇബിയുടെ കീഴിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ നിരവധിയുണ്ടെങ്കിലും അത്യാവശ്യത്തിന് പോലും വാഹനങ്ങൾ ചാർജ് ചെയ്യാനാകാതെ നട്ടം തിരിയുകയാണ് ഓരോരുത്തരും. ചാർജിംഗ് സുഗമമാക്കാൻ കെഎസ്ഇബി കൊണ്ടുവന്ന ആപ്പും പ്രവർത്തനരഹിതമായിട്ട് നാളുകൾ ഏറെയായി. ഇലക്ട്രിക് വാഹന ഉടമകൾക്കെല്ലാം 8ന്റെ പണി കൊടുത്ത് കെഎസ്ഇബിയുടെ കെ-മാപ്പ് ആപ്പ്. കെഎസ്ഇബിയുടെ തന്നെ ചാർജിംഗ് സ്റ്റേഷനുകളിലെത്തി കെ-മാപ്പ് സ്കാൻ ചെയ്യാൻ നോക്കിയിട്ടും രക്ഷയില്ല. എങ്ങനെ വാഹനം ചാർജ് ചെയ്യുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ഇലക്ട്രിക് വാഹന ഉടമകൾ. ഞാൻ പുതിയ വണ്ടി എടുത്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ 500 രൂപ കയറ്റി. എന്നിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് രണ്ടാമത് മാറ്റി ചാർജ് മോഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ പൈസ എവിടെ പോയി എയറിൽ നിൽക്കുകയാണ്, എന്താ ചെയ്യാമെന്നൊന്നും അറിയില്ല. കെ-മാപ്പ് ഒന്നും ചെയ്യുന്നില്ല, ചത്തെടുക്കുക. അഥവാ സ്കാൻ ചെയ്ത് പണം അടച്ചാലോ വരുന്ന മെസ്സേജ് ട്രാൻസാക്ഷൻ ഫെയിൽഡ് എന്നായിരിക്കും. ഇത്തരത്തിൽ പലരുടെയും പണം പോയത് മിച്ചം. ഇതോടെ വാഹനം ചാർജ് ചെയ്യാൻ സ്വകാര്യ ആപ്പുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. കെഎസ്ഇബിയുടെ ആപ്പ് മാത്രമല്ല, ചാർജിംഗ് സ്റ്റേഷനുകളും ഉപയോഗശൂന്യമായി കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മിക്കയിടങ്ങളിലുമുള്ളത് പഴയ മോഡൽ വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്ന GBT ഗൺ മാത്രം. മിക്ക ചാർജിംഗ് സ്റ്റേഷനുകളിലും ഇപ്പോൾ പുറത്തിറങ്ങുന്ന വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യാൻ ആവശ്യമായ CCS ഗൺ ഒന്നിൽ കൂടുതൽ ഇല്ല എന്നതാണ് വാഹന ഉടമകളെ വലയ്ക്കുന്നത്. ഇത്രയും പാർക്കിംഗ് ഏരിയ ഉള്ള ഒരു സ്ഥലത്ത്, അതും ഈ കാലിക്കറ്റ് സിറ്റിൻ്റെ പ്രൈം ലൊക്കേഷനിൽ ഇത്രയും സ്പേസ് ഉണ്ടായിട്ട് കെഎസ്ഇബി ചെയ്തു വെച്ചിരിക്കുന്ന ഒരൊറ്റ CCS ഗണ്ണാണ്. ഇപ്പോൾ ഇറങ്ങുന്നതിൽ ഒരു 95% വെഹിക്കിൾസും CCS ഗൺ ഉള്ള വെഹിക്കിൾസ് മാത്രമേ ഉള്ളൂ. വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അത്രയും ഗണ്ണ് ഇവിടെ വെറുതെ നിർത്തിയിട്ട് ഇത്ര കണ്ടേ, ഇപ്പോൾ 2 വണ്ടിയാണ് ഇവിടെ പെൻഡിങ്ങിൽ കിടക്കുന്നത്. ഒരു വണ്ടി ചാർജ് ചെയ്താൽ ബാക്കി 2 വണ്ടി കിടക്കും. ഇതാണ് സ്ഥിതി. ഈ യൂസ്ലെസ് ആയ ഈ ഗണ്ണ്, അതായത് ഏവറേജ് മന്തിൽ ഒരു ടൈം പോലും യൂസ് ചെയ്യാത്ത ഒരു ഗണ്ണ് എന്തുകൊണ്ടാണ് കെഎസ്ഇബി ഈ മെയിൻ്റനൻസും കൊടുത്ത് ഇവിടെ നിൽക്കുന്നത്? ആനുവൽ മെയിൻ്റനൻസിൽ ഈ ഗണ്ണിനെല്ലാം അതൊന്ന് മാറ്റിക്കൂടെ? എത്ര വണ്ടികളാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ കിടക്കുന്നത്? കെഎസ്ഇബി ഇത്തരം പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണിവർ. അമൃത ന്യൂസ്, കോഴിക്കോട്.